എല്ലാ പരീക്ഷാർത്ഥികൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ വർഷം നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായിട്ടും സമാധാനത്തോടു കൂടിയും പരീക്ഷ എഴുതാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മക്കളെ, അപ്പോൾ നമ്മൾ അപ്പോയിൻറ്റഡ് ഡേ നാളെയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരിക്കുന്ന ദിവസമാണ് നാളെ. സോ നിങ്ങൾക്ക് നാളെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. സൈലത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ഇത്രയും നാളത്തെ കഠിനാധ്വാനവും പരിശ്രമവും തീർച്ചയായിട്ടും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വിജയാശംസകൾ. നീണ്ട കാലത്തെ പ്രയത്നത്തിനൊടുവിൽ നമ്മൾ പരീക്ഷയെ ഫേസ് ചെയ്യുകയാണ്. തീർച്ചയായും വിജയം നിങ്ങളുടെ പക്ഷത്താണ്. ഒരു സംശയം കൂടാതെ എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങളെയും ഈസിയായി ഫേസ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ ജെസിമോൻ, സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി നിങ്ങൾ എക്സാം എഴുതുക. ഓക്കെ, നാളെ നീറ്റ് എക്സാമാണ്. നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം. നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എക്സാം എഴുതണം. കൃത്യം 2 മണിക്ക് എക്സാം ഹാളിലേക്ക് എത്താൻ വേണ്ടി വളരെ നേരത്തെ തന്നെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി വായിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. ഹലോ ഡിയർ ചിൽഡ്രൻ, 2-3 കൊല്ലം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെറും 3 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് നീറ്റ്. വളരെയധികം കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾ നാളെ നീറ്റ് പരീക്ഷയെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മളുടെ കോൺഫിഡൻസിനെ തകർത്ത് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന വലിയൊരു കാര്യമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ, നമ്മൾ അധ്യാപകരും നിങ്ങളുടെ പാരൻസും നിങ്ങളെ ഇവിടെ ജഡ്ജ് ചെയ്യാനല്ല ഇരിക്കുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ നമ്മൾ പൊളിക്കും, നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. ഓൾ ദ ബെസ്റ്റ്. നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ. പേടിക്കാതെ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഉന്നത വിജയം നിങ്ങളൊപ്പം തന്നെ. ഓൾ ദി ബെസ്റ്റ്. ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ പിള്ളേർ പൊളിയല്ലേ, ധൈര്യമായി പോയി എഴുതിയിട്ട് വേണം. ഓൾ ദി ബെസ്റ്റ്. ഡിയർ ചിൽഡ്രൻ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ദിസ് വിൽ റൂയിൻ യുവർ ഡേ ആൻഡ് റൂയിൻ യുവർ എക്സാം. അതുകൊണ്ട് ആകെ ശ്രദ്ധിക്കേണ്ടത്, അവോയ്ഡ് ദിസ് അൺവാണ്ടഡ് പ്രഷർ ആൻഡ് ബീറ്റ് യുവർ എക്സാം വിത്ത് ഫുൾ കോൺഫിഡൻസ്. ഏസ് ഇറ്റ് ആൻഡ് ക്രഷ് യുവർ സ്കോർ ബോർഡ്. താങ്ക് യു. ഹായ് ഓൾ, നാളെ എഴുതുന്ന നീറ്റ് എക്സാമിന് എല്ലാ വിജയാശംസകളും. വളരെ കൂളായി, വളരെ ഫ്രീ ആയി എക്സാം എഴുതുക. നമ്മൾ പഠിച്ചത് മാത്രമേ വരുള്ളൂ, നമ്മൾ പ്രിപ്പയർ ചെയ്തത് മാത്രമേ വരുള്ളൂ. ഫുൾ കോൺഫിഡൻസിലും തകർത്ത് വരിക. ഓൾ ദി വെരി ബെസ്റ്റ്. ഏറെ കാലമായിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലേക്കുള്ള വാതിലാണ് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ട്, റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ എക്സാമിനെ ഫേസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, എനിക്ക് ഒരു കാര്യമേ പ്രധാനമായി പറയാനുള്ളൂ. ദിസ് നീറ്റ് ഈസ് യുവേഴ്സ്. നിങ്ങളെടുത്ത എഫേർട്ടിന് ഉറപ്പായും വാല്യൂ ഉണ്ടാവും. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങളെടുത്ത എഫേർട്ട് എത്രയാണോ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ടാവും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടെൻഷനൊന്നും ഇല്ലാണ്ട് നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവരും അടിച്ചു പൊളിച്ച് എക്സാം എഴുതുക. ഇത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. ഇത്തവണത്തെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ റാങ്ക് ലിസ്റ്റിലെ ഉയർന്ന സ്ഥാനം മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ മലയാളി ചുണക്കുട്ടികളായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്. എക്സാം നല്ലപോലെ അടിച്ച് പൊളിച്ച് എഴുതിയിട്ട് പാടാ മക്കളെ. ഹായ്, നാളെ പരീക്ഷയാണ്. ഇതുവരെ പറഞ്ഞതിലധികം ഒന്നും എനിക്കിന്ന് നിങ്ങളോട് പറയാനില്ല. എൻ്റെ വളരെ പ്രിയപ്പെട്ട കുട്ടികളാണ് നിങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ടെൻസ്ഡായി, ടയേർഡായി പോവേണ്ട ദിവസമാണ് എനിക്കിത്. പക്ഷേ ഞാൻ കൂളാണ്, കാരണം ഞാൻ നിങ്ങളിൽ കോൺഫിഡൻ്റ് ആണ് എന്നത് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പരീക്ഷാ ഹാളിൽ കാണിക്കുമെന്ന് എനിക്കറിയാം. ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഈ അവസാന നിമിഷം നിങ്ങളോട് എനിക്ക് പറയാനൊന്നുമില്ല, കാര്യം എല്ലാ ക്ലാസ്സുകളിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, 200 ക്വസ്റ്റ്യനാണ് നിങ്ങൾ നാളെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ആ 200 ഓരോ ചരിത്രമാണ്. അടുത്ത പല വർഷങ്ങളിലും കുട്ടികൾ പറയാൻ പോകുന്ന 2021 ക്വസ്റ്റ്യൻ. അതിന് അത്ര ഇമ്പോർട്ടൻസോടുകൂടി 1ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 200ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഒരേ എന്തൂസിയാസത്തോടെ നിങ്ങൾ വായിക്കാൻ തയ്യാറായാൽ, കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ എഴുതാൻ തയ്യാറായാൽ,
നിങ്ങൾ നാളെ ഒരു ചരിത്രമാണ്. നിങ്ങൾ നാളത്തെ ഒരു ടോപ്പറാണ്. 100% വിശ്വാസത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നാളെ പോയി എഴുതൂ. നിങ്ങൾ കണ്ട ചോദ്യങ്ങൾ, നിങ്ങൾ പഠിച്ച, നിങ്ങൾ ചെയ്ത ചോദ്യങ്ങൾ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. നിങ്ങൾക്കെല്ലാം എഴുതാൻ പറ്റും മക്കളെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതി നാളെ ഇങ്ങ് പോരെ.